നമസ്കാരം. മുനമ്പം വിഷയം പരിഹരിക്കണമെന്ന ആവശ്യവുമായി നേരത്തെ രംഗത്ത് വന്നത് മുസ്ലിം ലീഗായിരുന്നു. വിഷയത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്ത് വിഷയം പരിഹരിക്കണമെന്നും ആരെയും ഇറക്കി വിടരുതും എന്ന് വാദവും ഉന്നയിച്ചിരുന്നു. എന്നാൽ ലീഗ് സ്വീകരിക്കുന്ന സമവായ നീക്കത്തെ വെട്ടിലാക്കിയാണ് സമസ്ത രംഗത്തെത്തിയത്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയെന്നാണ് സമസ്ത മുഖപത്രത്തിലെ ലേഖനത്തിൽ വ്യക്തമാക്കിയത്. വഖഫ് ഭൂമി അഡ്ജസ്റ്റ്മെന്റുകൾക്കുള്ളതല്ലെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. SYS സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടേതാണ് ലേഖനം. അതേസമയം സമസ്തയുടെ നിലപാട് തള്ളിയാണ് PK കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ രംഗത്തു വന്നത്. മുനമ്പം വിഷയത്തിന്റെ ചരിത്രത്തിലേക്ക് പോയാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുക ഇടതുപക്ഷമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഭൂപ്രശ്നത്തിന്റെ പേരിൽ സമുദായങ്ങളെ തമ്മിലടുപ്പിക്കുന്ന നിലപാടിനെ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയ വിഭജനമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിഷയമാണത്. അത് കേരളത്തിന്റെ നല്ല അന്തരീക്ഷത്തിന് ചേർന്ന കാര്യമല്ല. മുസ്ലിം സംഘടനകൾ യോഗം കൂടി കാര്യം വ്യക്തമാക്കിയതാണ്. മുനമ്പത്ത് താമസിക്കുന്നവർ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ മുൻകൈയെടുക്കണം. ഞങ്ങൾ സഹകരിക്കാമെന്നും പറഞ്ഞിരുന്നു. അതിലെല്ലാം ഉണ്ട്. ഇനി അതിൻ്റെ സാങ്കേതികത്വത്തിൽ തൂങ്ങി സമുദായങ്ങളെ തമ്മിലടുപ്പിക്കുന്ന കാര്യത്തെ മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. വിഷയത്തിലെ പഴയ ചരിത്രത്തിലേക്ക് പോയാൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാവുക ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് ഈ പ്രശ്നം വരുന്നത്. 2009 നിസാർ കമ്മീഷനെ ഉപയോഗിച്ചത് അച്യുതാനന്ദൻ്റെ സർക്കാരിൻ്റെ കാലത്താണ്. ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി പിടിച്ചെടുക്കണം, ഏറ്റെടുക്കണം എന്നതൊക്കെ തീരുമാനിക്കപ്പെട്ടത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുണ്ടായ നടപടികളൊക്കെ. ബോർഡ് ചെയർമാൻമാരൊക്കെ മാറി വന്നിട്ടുണ്ടാകും. ഇടയ്ക്ക് ഓരോരുത്തർ പറയുന്ന പ്രസ്താവനകൾ വെച്ച് കേരളത്തിൽ സമുദായങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ചേരിതിരിവ് ഉണ്ടാക്കുന്ന പരിപാടികൾ നടത്തരുത്. വാർത്തകൾ മാധ്യമങ്ങൾക്ക് ആവശ്യമാണ്, പക്ഷേ ഇത് അതിനുവേണ്ടി ഉപയോഗിക്കരുത്. തെരഞ്ഞെടുപ്പുമായി നിലപാടിന് യാതൊരു ബന്ധവുമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ലീഗിന്റെ നിലപാട് അവിടെ രമ്യമായ പരിഹാരം വേണമെന്ന് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചിരുന്നു. ഇപ്പോൾ അജണ്ടയിലുള്ള വിഷയം അവിടുത്തെ ബിഷപ്പുമാരുമായി അവസരം ലഭിച്ചാൽ സംസാരിക്കണമെന്നാണ്. ആ നിലയിലേക്ക് ഞങ്ങൾ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. സർക്കാർ രമ്യമായ പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ അതിന് മുൻകൈയെടുക്കും. പരിഹാരമുണ്ടാക്കാനാവുന്ന വിഷയമാണിത്. എന്തിനാണ് വെറുതെ ഈ വിഷയം എടുത്ത് സാമുദായിക ചേരിതിരിവുണ്ടാക്കുന്നത്? ഓരോരുത്തർ മുനമ്പത്ത് വന്ന് വർഗീയ പ്രസംഗങ്ങൾ നടത്തുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നേരത്തെ ഈ വിഷയത്തിൽ ലീഗിനെ വെട്ടിലാക്കി പ്രസ്താവനയുമായി രംഗത്ത് വന്നത് വിവാദ നായകനായ ഉമൈർ ഫൈസിയായിരുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നും 1950 അത് വഖഫായതെന്നും സമസ്ത മുഷാവറ അംഗം ഉമൈർ ഫൈസി മുക്കം വ്യാഴാഴ്ച പറഞ്ഞിരുന്നു. 404 ഏക്കർ ഭൂമിയാണ് മുനമ്പത്ത് വഖഫ് സ്വത്തായിട്ടുള്ളത്. വഖഫ് സ്വത്ത് വിൽക്കാൻ പാടില്ല. അതറിയാതെ സ്ഥലം വാങ്ങിയവർക്ക് വിറ്റവരിൽ നിന്നും വില തിരികെ വാങ്ങി കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അവിടെ ആളുകളെ ഇളക്കി വിടുന്നത് 60ഓളം റിസോർട്ടുകാരാണ്. നിരപരാധികളായ കുടിയേറ്റക്കാരെ രക്ഷിക്കണം. അങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത്. കോഴിക്കോട് ഫറൂഖ് കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും വഖഫാണെന്നും ഉമേർ ഫൈസി പറഞ്ഞിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് സമസ്തയുടെ ലേഖനവും എത്തിയത്. വഖഫ് ഭൂമിയെ ചൊല്ലിയുള്ള ഇപ്പോഴത്തെ തർക്കം പലർക്കും സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ കൂടിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്നു. മുനമ്പത്തെ ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഫറൂഖ് കോളേജ് അധികൃതരും വഖഫ് ബോർഡും മാറി മാറി വന്ന സർക്കാരുകളുമാണെന്നും വിഷയത്തിൽ ഫറൂഖ് കോളേജിന്റെ ദുരൂഹ മൗനം അത്ഭുതപ്പെടുത്തുകയാണെന്നും മുസ്തഫ മുണ്ടുപാറ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കൾ എന്തടിസ്ഥാനത്തിലാണ് വഖഫ് ഭൂമി അല്ലെന്ന് പ്രഖ്യാപിക്കുന്നത്? മുസ്ലിം സംഘടനകളുടെ യോഗത്തിലുണ്ടായ തീരുമാനം ആശങ്കയുണ്ടാകുന്നതാണ്. മുനമ്പത്തെ കുടിയെടുപ്പുകാർ നിരപരാധികളാണ്. അവർക്ക് നീതി ലഭിക്കണം. എന്നാൽ റിസോർട്ട് ഉടമകളും വമ്പൻ മാഫിയകളുമൊക്കെയാണ് ഭൂമി പിടിച്ചെടുക്കാൻ രംഗത്തുള്ളത്. താല്പര്യങ്ങളുടെയും അഡ്ജസ്റ്റ്മെന്റുകളുടെയും പുറത്ത് പരിഹാരം കാണേണ്ടതല്ല വഖഫ് സ്വത്ത്. വിഷയത്തിൽ മതപരമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. പണ്ഡിതന്മാർ വിഷയത്തിൽ ഇടപെടണം. സർക്കാരിന് തെറ്റുപറ്റിയെങ്കിൽ തിരുത്തുകയും വേണം. എന്നാൽ അത് വഖഫ് ഭൂമി ഏറ്റെടുത്തുകൊണ്ടാകരുത് എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്.